നമസ്കാരം. ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടികയിൽ UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പോസ്റ്ററുകളും ബോർഡുകളും നാട്ടിക പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നശിപ്പിച്ചതിൽ UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. UDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR VGN, KA കബീർ, AN സിദ്ധപ്രസാദ്, PH മുഹമ്മദ്, TV ഷൈൻ, PK നന്ദനൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് പോലീസിൽ പരാതിയും നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് വേണ്ടിയുള്ള നീന്തൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചു. മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VR ജീത് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസകാര്യ ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി. വാർഡംഗം സിജി സുരേഷ്, മണപ്പുറം CEO ജോർജ് ഡി ദാസ്, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ KA സൽമ എന്നിവർ സംസാരിച്ചു. 160 കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. 2,40,000 രൂപയാണ് നീന്തൽ പരിശീലനത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. സ്വിമ്മിംഗ് പഠിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നത് നമ്മൾ എല്ലാ തികച്ചും സൗജന്യമായിരിക്കും. സ്വിമ്മിങ്ങിൻ്റെ സ്യൂട്ട് ഉൾപ്പെടെ നമ്മളെല്ലാം സൗജന്യമായിരിക്കും. നമ്മുടെ ജോർജ് ജി സാറ് ആദ്യമേ തന്നെ വരുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു കുട്ടി നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന കുട്ടിയാണ്. തളിക്കുളം ഇത്ര ഒരു കടലിൽ പെട്ട് ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു. നീന്തൽ അറിയുമോ അറിയില്ലേ എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും നീന്തൽ അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇതേപോലെ വെള്ളത്തിൽ വീണ് ആപത്ത് വരുന്ന ഒരു സാഹചര്യം നമുക്ക് ചെറുതായിട്ടെങ്കിലും ചെറുക്കാനായിട്ട് സാധിക്കും. കലാക്ഷേത്ര ജില്ലാ ഗ്രൂപ്പ് ഓഡിഷനും മേഖലാ മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് സംഘടിപ്പിച്ചു. വിവിധയിനം കലാപരിപാടികൾ ഉൾപ്പെടെയുള്ളവ ഓഡിഷനിൽ ഉൾക്കൊള്ളിച്ച് നടന്ന പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജീത് ഉദ്ഘാടനം ചെയ്തു. കലാക്ഷേത്ര ജില്ലാ പ്രസിഡന്റ് സരസ്വതി വലപ്പാട് അധ്യക്ഷത വഹിച്ചു. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി MA സലീം, ആസിയ മജീദ്, പിന്നണി ഗായകൻ മരിയാദാസ്, സംസ്ഥാന ട്രഷറർ സുകന്യ, കലാക്ഷേത്ര മണപ്പുറം മേഖല സെക്രട്ടറി അംബിക കൈപ്പമംഗലം, തൃശൂർ ജില്ലാ സെക്രട്ടറി കണ്ണൻ നെല്ലായി എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജു, സുർഖചിത്ര, നിശാന്ത്, ഡേവിസ് ചാലക്കുടി, അരുൺ പുതുക്കാട്, സുരേഷ് ചെങ്ങാലു തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിവുള്ളവർക്ക് അവർക്ക് അവരുടെ കഴിവ് വികസിപ്പിച്ചെടുക്കുന്നതിനും അവർക്ക് വേദി ഒരുക്കുന്നതിനും പ്രത്യേകിച്ചും ആ വേദിയിൽ അവരുടെ പ്രകടനത്തിന്റെ മികവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉന്നത തലങ്ങളിലേക്ക് എത്തുവാനും നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തിന് പുറത്തും അവരുടെ കഴിവുകൾ എത്തിക്കൊണ്ട് അവർക്ക് മത്സരവേദികൾ പങ്കിടാനും സാധിക്കും. പട്ടികജാതി ക്ഷേമസമിതി മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടികജാതി ക്ഷേമസമിതിയുടെ മുഖമാസികയായ മുന്നോട്ട് ദ്വൈമാസികയുടെ വരിക്കാരി ചേർക്കുന്നതിന്റെ ഭാഗമായി കവി ഡോക്ടർ C രാവുണ്ണിക്ക് വരിസംഖ്യാ രസീത് നൽകി. പട്ടികജാതി ക്ഷേമസമിതിയുടെ ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി ലോക്കൽ സെക്രട്ടറി KA അജയ് കുമാർ ആമുഖ പ്രസംഗം നടത്തി. PKS ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ് കുമാർ, CPIM അരിമ്പൂർ ലോക്കൽ സെക്രട്ടറി KR ബാബുരാജ്, TP ഷിജു, VV കുമാർ, EK ജയപ്രകാശ്, KR കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശം വൃത്തിഹീനമായും മലിനമായും തീർന്ന പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുളവാക്കുന്നതായി പരാതി ഉയരുന്നു. പഞ്ചായത്തിലെ 7-ാം വാർഡിലെ ദേവിനഗർ നിവാസികളാണ് പരാതിയുമായി രംഗത്തു വന്നിട്ടുള്ളത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ 250ഓളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചു വരുന്നത്. ഇവർ താമസിക്കുന്ന സ്ഥലമാണ് വൃത്തിഹീനമായി തീർന്നിരിക്കുന്നത്. അഴുക്കുവെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്ന് നാട്ടുകാരുടെ ആരോഗ്യത്തെ വരെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിയിലുമാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടുകാരനെ പരിസരവാസിയായ സ്ത്രീയുടെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് താക്കീത് നൽകിയതായും പറയുന്നുണ്ട്. ഇവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വരുന്ന നിലയിലാണിപ്പോൾ. ഇവർക്കെതിരെ പരാതികളുമായി നാട്ടുകാർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. വേനൽ ചൂടിന് നാടൻ പ്രതിരോധവുമായി റാഫി മുട്ടിച്ചു. കഴിഞ്ഞ 23 വർഷമായി സ്വന്തമായി കൃഷി ചെയ്ത പൊട്ടുവെള്ളരി അഥവാ കക്കരി തൃപ്രയാർ കിഴക്കേ നടയിൽ തൃപ്രയാർ പാലത്തിന് സമീപം വിൽപ്പന നടത്തി വരികയാണ് മുട്ടിച്ചൂർ പടിയം സ്വദേശി പോക്കാക്കിലത്ത് റാഫി. കിഴക്കൻ മേഖലയിൽ നിന്ന് ചെറു പൊട്ടുവെള്ളരി വിൽപ്പനയിലുണ്ടെങ്കിലും
പൊട്ടുവെള്ളരി വിളവിലും വിൽപ്പനയിലും മുൻപിലാണ് റാഫി മുട്ടിച്ചു. വേനൽ ചൂടിൽ ഉള്ളും ഉടലും തണുപ്പിക്കുന്ന പ്രകൃതിദത്ത പാനീയമാണ് പൊട്ടുവെള്ളരി ജ്യൂസ്. വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നിച്ചകറ്റാനുള്ള സവിശേഷതയും പൊട്ടുവെള്ളരി ജ്യൂസിനുണ്ട്. പൊട്ടുവെള്ളരിക്ക് ഉള്ളിലെ ജലസമൃദ്ധമായ പൾപ്പ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ജ്യൂസ് തയ്യാറാക്കാൻ സാധിക്കുന്നുവെന്ന് റാഫി മുട്ടിച്ചൂർ പറഞ്ഞു. വേനൽ ചൂടിന് കുളിരേകാൻ കൂമ്പ് തണുപ്പൻ നാടൻ പൊട്ടുവെള്ളരി ജ്യൂസ്. ഇതിൻ്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ വേനൽ ചൂട് സമയത്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ശരീരം തണുക്കും. അതുമാതിരി തന്നെ നിങ്ങളുടെ വയറിനൊക്കെ നല്ല ആശ്വാസമാണ്. 23 വർഷമായി തൃപ്പയാറ് പാലത്തിന് കിഴക്കേ സൈഡിൽ ഈ കട ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 5-8 വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ സ്വന്തം തോട്ടത്തിൽ നിന്നും ഓരോ 5 ദിവസം കൂടുമ്പോഴും നമ്മളെ ആവശ്യത്തിന് വേണ്ടി വിത്തുകൾ ഇട്ടുകൊണ്ടാണ് നമ്മൾ സ്വന്തം തോട്ടത്തിൽ നിന്ന് ഈ സാധനം വരുന്നത്. കാട്ടൂർ പഞ്ചായത്ത് പ്രദേശത്താണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. ഓരോ ദിവസവും നല്ല ബിസിനസ്സും ഉണ്ടാകുമ്പോൾ തന്നെ ഈ മേഖലയിലുള്ള തൃശ്ശൂർ ജില്ലയിലും മറ്റു ജില്ലയിലും പ്രമുഖ വ്യക്തികളും ഈ സാധാരണക്കാരും ഇവിടുത്തെ പ്രദേശവാസികളും എല്ലാവരും നമ്മളോട് സഹകരിച്ച് ജ്യൂസ് കുടിക്കാനായാലും ഈ ചൂടിനെ അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഉപകാരപ്രദമായ ഒരു ഔഷധ ഗുണം കൂടിയുള്ള ഒരു ഉൽപ്പന്നമാണ് നാടൻ പൊട്ടുവെള്ളരി അഥവാ കക്കരിക്ക. അതായത് നമ്മൾ ഈ പ്രദേശത്ത് നമ്മളെ സ്വന്തം നാട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പരമാവധി നല്ല രീതിയിൽ വാങ്ങുവാനും അത് കഴിക്കാനും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാനും നിങ്ങൾ 100% തയ്യാറാവുക. ജില്ലയ്ക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ദിവസവും നിരവധി പേരാണ് റാഫിയുടെ കടയിലേക്ക് എത്തുന്നത്. പൊള്ളുന്ന വേനലിൽ ശരീരവും മനസ്സും കുളിർപ്പിക്കുന്ന ശീതളപാനീയങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. ശരീരം തണുപ്പിക്കുന്നതിനൊപ്പം ക്ഷീണവും ദാഹവും അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് പോഷകസമ്പന്നമായ പൊട്ടുവെള്ളരി. തണ്ണിമത്തനിൽ ഉള്ളതിനേക്കാൾ നാരിൻ്റെ അംശം പൊട്ടുവെള്ളരിയിൽ അടങ്ങിയിട്ടുണ്ട്. ചൂടുകുരു പോലുള്ള വേനൽക്കാല പ്രശ്നങ്ങളെയും പൊട്ടുവെള്ളരി അകറ്റും. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇവയ്ക്ക് സാധിക്കും. ബീറ്റാ കരോട്ടീൻ, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, വൈറ്റമിൻ സി എന്നിവയാൽ സമ്പന്നമാണ് പൊട്ടുവെള്ളരി. ചൂലൂർ ശൂരനെല്ലൂർ ശ്രീ കടലായി ശിവക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വാവുബലി തർപ്പണം 2 ദിവസങ്ങളായി നടന്നു. പുലർച്ചെ മുതൽ പിതൃക്കൾക്ക് ബലിയിട്ട് സായുജ്യം നേടുന്നതിനായി നിരവധി പേർ എത്തിച്ചേർന്നിരുന്നു. ക്ഷേത്ര മേൽശാന്തി ഹരീഷ് പോണത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരംഭിച്ച ബലിതർപ്പണം 10:30 സമാപിച്ചത്. ക്ഷേത്ര സമിതി പ്രസിഡന്റ് അജയ് ഘോഷ് കാണാശ്ശേരി, സെക്രട്ടറി ദിനേശ് അരയംപറമ്പിൽ, ട്രഷറർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അരയംപറമ്പിൽ, വൈസ് പ്രസിഡന്റ് അനിൽ ചെമ്പാപ്പുള്ളി, സജീവ് നടൂപറമ്പിൽ, സുധാ വിശ്വനാഥൻ, രക്ഷാധികാരി അരയംപറമ്പിൽ പ്രദീപ്, ശശികുമാർ കിഴക്കേപ്പാട്ട് എന്നിവർ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകി. സാക്ഷിബോധം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സന്നിധിയിൽ മുൻ മഠാധിപതി KV രാമാധര സ്വാമികളുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള പ്രഥമ ദേവസ്ഥാനം ഭാരത നൃത്തോത്സവത്തിന്റെ 3ാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ മുതൽ ദക്ഷിണാമൂർത്തി മണ്ഡപത്തിൽ ഡോക്ടർ സൂര്യഗായത്രി ദേവിയുടെ ഭരതനാട്യ കച്ചേരി നടന്നു. തുടർന്ന് ഈശാവാസ്യ ഗുരുകുലത്തിന്റെ ഡോക്ടർ നീലിമ ദേശ്പാണ്ഡെ ഹിർവേയും സംഘവും അദ്വൈത് കഥക് നൃത്തവും അവതരിപ്പിച്ചു. ഗൃതുജ ജോഷി, സൃഷ്ടി ഹിർവേ, തന്മയി പ്രഭുനെ, സമൃദ്ധി ആകാശേ എന്നിവരും കഥക് നൃത്താവിഷ്കരണത്തിൽ പങ്കെടുത്തു. കലാപ്രതിഭകളെ ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ ഉപഹാരവും പൊന്നാടയും പ്രശസ്തിപത്രവും സമ്മാനിച്ച് ആദരിച്ചു. പെരുങ്ങോട്ടുകര ഇരനെഴുത്ത് മംഗലത്ത് മഠം ശ്രീ വിഷ്ണുമായ ദേവി ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവം ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ മുതൽ വലിയച്ഛന്മാരുടെ കളത്തിൽ നൃത്തം, കുട്ടിച്ചാത്തന്മാർക്ക് ഗുരുതി എന്നിവയും തുടർന്ന് രൂപകളത്തിൽ നൃത്തവും നടത്തി. വൈകിട്ട് വിഷ്ണുമായ സ്വാമിയെ ശ്രീകോവിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പും നടത്തി. മഠാധിപതി EK വിജയൻ, EV വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി.
മണലൂർ മഞ്ചാടി ചക്കാമടത്തിൽ സിദ്ധാർത്ഥൻ ഭാര്യ ശാന്ത നിര്യാതയായി. 79 വയസ്സായിരുന്നു. സുരേഷ്, രമേശ്, ഭീന എന്നിവർ മക്കളാണ്. ഷീജ, സരിത, സുനിൽകുമാർ എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടത്തും. ഇതോടുകൂടി ഗ്രാമീണ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.